ഇന്നു നടന്ന വ്യാപാര വികസന സമിതിയുടെ എക്സിക്യൂട്ടീവ് യോഗം എടുത്ത മുഖ്യ തീരുമാനം നിങ്ങളെ അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം. ഈ സ്ഥാപനം ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കക്ഷിക്ക് ഭരണമുന്നണിയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് നേതൃത്വമായി ചർച്ച ചെയ്യുന്നതിന് ജനറൽ ബോഡി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനെ ഭരണമുന്നണിയിൽ എല്ലാവരും സ്വാഗതം ചെയ്യുമോ? താങ്കളോട് എതിർപ്പുള്ളവരുടെ നിലപാട് എന്തായിരിക്കും? എതിർപ്പ് എനിക്കൊരു പുത്തരി അല്ല അനിയ. സ്വന്തം തട്ടകം കൈവിട്ടു പോയില്ലേ അനിയ. ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സഖാവിന്റെ ഗ്രൂപ്പിനെ വെട്ടി നിരത്തിയില്ലേ? അതാ ഞാൻ പറഞ്ഞത്, എന്നെ അവഗണിച്ചുകൊണ്ട് ഒരു ശക്തിക്കും കേരളത്തിൽ നിലനിൽക്കാനാവില്ല. നിക്ക് പോലീസ് എന്താ കാര്യം? മാറ മിസ്റ്റർ. ഞാൻ സാറിനെ വെറുതെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഐ ഹാവ് എ വാറന്റ് അഗൈൻസ്റ്റ് യു. ഹിയർ ഇറ്റ് ഈസ്. ഭദ്രൻ. വേണ്ട മുതലാളി, ഞാൻ ചോദിക്കാം. എന്ത് കാരണത്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്? എന്തോ? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതെന്ന്? ഏതാ മിസ്റ്റർ? എന്തിനു വേണ്ടി അറസ്റ്റ്? പോടാ. ഇവിടുത്തെ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന സുകുമാരൻ നായരുടെ മരണം കൊലപാതകമാണ്. മേടയിൽ ദേവരാജൻ 1-ാം പ്രതിയും മേടയിൽ അശോകൻ 2-ാം പ്രതിയുമാണ്. 3ഉം 4ഉം 5ഉം പ്രതികളായ ഫ്രാൻസിസ്, സോമശേഖരൻ, നാസർ എന്നീ വാടക ഗുണ്ടകൾ ഒളിവിലുമാണ്. ശുദ്ധസംബന്ധം. ഈ പറയുന്ന സുകുമാരൻ നായരെ ഞാൻ അറിയുകൂടിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അയാളെ കൊല്ലണം? അതാണ്. എന്താണ് കൊലയുടെ മോട്ടീവ്? ഈ അറസ്റ്റിന് ഉന്നത അധികാരികളുടെ അനുവാദം ഉണ്ടോ? പറയാം. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ സാർ ഈ അറസ്റ്റ്? പറയാം. ഈ കേസിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്ന നിലയിൽ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള അധികാരം എനിക്കുണ്ട്. സുപ്രീം കോടതിയുടെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള അറസ്റ്റാണിത്. പിന്നെ മാധ്യമ പ്രതിനിധികളുടെ മുമ്പിൽ വെച്ചായതുകൊണ്ട് കൊച്ചു വെളുപ്പാങ്കാലത്ത് കിടക്കയിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ബലാത്കാരമായി കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞ് കോഴിക്കോടും ചെന്നൈയിലും നടന്നതുപോലുള്ള വിവാദങ്ങൾക്കും ഒരു സ്കോപ്പുമില്ല. മിസ്റ്റർ ഭദ്രൻ, ഈ അറസ്റ്റ് മൂലമുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നത്തിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. എന്താ? നിങ്ങളായിരിക്കും ഉത്തരവാദി എന്ന്. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പത്രപ്രവർത്തകൻ ഇങ്ങനെ പറയരുത്. ക്രമസമാധാനം പാലിക്കാനാണല്ലോ ഇവിടെ ഞങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നിങ്ങളെപ്പോലുള്ളവർ എഴുതി പിടിപ്പിച്ച നുണക്കഥകൾ കൊണ്ട് ഇവിടെ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും തോന്നാത്ത ഒരു ആദി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം തോന്നാൻ എന്താണ് കാരണം സർ? വേണ്ട, എല്ലാവരും ശാന്തരായിരിക്കൂ. എന്റെ കൈകൾ ശുദ്ധമാണ്. എന്റെ നിരപരാധിത്വം ഞാൻ ജനങ്ങളുടെ കോടതിയിൽ തെളിയിച്ചോളാം. ഈ സ്ഥാപനത്തെ കരിവാരി തേക്കാനും എന്നെ അപകീർത്തിപ്പെടുത്താനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ അറസ്റ്റ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ദേവരാജനെ ഒതുക്കാൻ ഒക്കില്ല. പോവാം ചേട്ടാ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതാ ഇതോടെ സർക്കാരിന്റെ ഇമേജിന് കൂടുതൽ മങ്ങലേറ്റു എന്നുള്ള കാര്യത്തിന് ഒരു തർക്കമില്ല. മേടയിൽ ദേവരാജനെ താൻ അറസ്റ്റ് ചെയ്തത് സുപ്പീരിയേഴ്സുമായിട്ട് ആലോചിക്കാതെയാണെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ദൃക്സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ദേവരാജനെ അറസ്റ്റ് ചെയ്തത്. അധികാര പരിധി വിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. എടോ, അത് നിയമം. പക്ഷെ ഔചിത്യം എന്നൊന്നുണ്ട്. മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് അങ്ങല്ലേ സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞാനതേ ചെയ്തിട്ടുള്ളൂ. പാർട്ടി ജില്ലാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത കമ്മീഷണർക്കെതിരെ നടപടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയില്ലേ? ശിക്ഷാ നടപടിയല്ലെന്ന് അങ്ങ്, ശിക്ഷാ നടപടി തന്നെയെന്ന് ഉമ്മൻ കോശി. പാവം ജനം. താനെന്താടോ, എഴുതാണോ? ഞാൻ സ്ട്രെയിറ്റ് ആണ് സാർ. സത്യസന്ധമായി വിമർശിക്കുന്നവരെല്ലാം മറുപക്ഷമാണെന്ന് ധരിക്കുന്ന അങ്ങയുടെ ഈ സംശയരോഗത്തിന് ഉടനെ എന്തെങ്കിലും ചികിത്സ നടത്തണം സാർ. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പ്രതിപക്ഷത്തെ പഴിചാരി നിഷ്ക്രിയനായി ഇങ്ങനെ ഇരിക്കാനല്ല മൃഗീയമായ ഭൂരിപക്ഷം തന്ന് ജനം അങ്ങയെ ജയിപ്പിച്ചത്. സർക്കാർ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു, മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം കുത്തനെ കൂട്ടി, ചാരായ നിരോധനം നടപ്പിലാക്കിയ അങ്ങ് തന്നെ കള്ളു നയം തിരുത്തുന്നു. എന്താ സാറേ എന്റെ അർത്ഥം? ദേവരാജനെതിരെ ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ തനിക്ക് നടപടികളുമായി മുന്നോട്ട് പോകാൻ ഉറപ്പ് തരാൻ. അങ്ങ് വിളിച്ചപ്പോഴേ ഞാൻ ഊഹിച്ചു. ആദ്യം ഭീഷണി, പിന്നെ രമ്യത. വിശ്വസ്ത അനുയായി ഉമ്മൻ കോശി ദേവരാജനുമായി കൈകോർത്ത് അങ്ങയുടെ കസേരയ്ക്ക് വേണ്ടി കരുനീക്കം തുടങ്ങിയ കാര്യം അങ്ങ് അറിഞ്ഞു കഴിഞ്ഞു. ദേവരാജനെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ട കോപ്പുകളാണ് അങ്ങേക്കിനി വേണ്ടത്. അത്തരമൊരു ആയുധമാണ് MP സുധാകരൻ, അല്ലേ സാർ? ഞാൻ പറഞ്ഞില്ലേ CM, ഇയാൾ ആളൊരു പൊടിപ്പനാണെന്ന്. എന്തെല്ലാം സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും തൽക്കാലം താൻ സേഫാണെന്ന് ഉറപ്പ് തരാനാ ഞങ്ങൾ തന്നെ വിളിച്ചു വരുത്തിയത്. താങ്ക് യു സാർ. പക്ഷേ രാഷ്ട്രീയക്കാരുടെ ഉറപ്പിൽ എനിക്കത്ര വിശ്വാസം പോരാ.
തനിക്ക് ധൈര്യമായി ഞങ്ങളെ വിശ്വസിക്കാവിടൂ. ഞാനല്ലേ പറയുന്നത്. പിന്നെ ദേവരാജനെതിരെ താൻ ഫ്രെയിം ചെയ്ത കേസ് ദുർബലമാണ്. ഒരു 14-കാരന്റെ മൊഴിക്ക് കോടതിയിൽ അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല. അതെ അതെ. ദേവരാജനെ തളയ്ക്കാൻ വേണ്ടത് ഒരു ഊരാക്കുടുക്ക. താൻ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ലോക്കൽ പോലീസ് ക്ലോസ് ചെയ്ത ഒരു ആത്മഹത്യാ കേസുണ്ട്. പഴയ ഒരു മദ്യരാജാവ് പഴനിവേൽ ചെട്ടിയാരുടെ. അയാളുടെ മരണത്തിൽ പലർക്കും സംശയങ്ങളുണ്ട്. ഞങ്ങൾ ആ വഴിക്ക് രഹസ്യമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. വി വിൽ കീപ് യു പോസ്റ്റഡ്. എനിക്ക് തരാൻ ഒരു വാക്കേ ഉള്ളൂ സാർ. എന്റെ അടുത്തെത്തുന്ന സാധാരണക്കാരന് നീതി കിട്ടിയിരിക്കും. ഒറ്റ കുറ്റവാളിയും ഞാൻ കാരണം രക്ഷപ്പെടില്ല. ഞാൻ സർവീസ് ഉള്ളിടത്തോളം കാലം. സർ, നമസ്കാരം. എന്താ കാര്യം? എന്താ? വല്ല കോളാമ്പിയോ കിണ്ടിയോ തപ്പിയോ ഒന്നാണെങ്കിൽ പോയിട്ട് പിന്നെ വരണം. എനിക്ക് വേറെ ജോലിയുണ്ട്. ഛേ, അതിനൊന്നുമല്ല ചേട്ടാ. എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. വാട്ട് റബ്ബിഷ്! എന്റെ വീട് സെർച്ച് ചെയ്യണം. ആ, വകുപ്പുകളൊക്കെ കയ്യിലുണ്ട്, വായിച്ചു പഠിക്കേ. റഷീദ് സാർ, ഒന്നും വിടാതെ അടിച്ച് പഠിക്ക്. Yes, sir. Come on, ചേട്ടാ. ഇവിടെ 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 ഇവിടെ. ഇത് ജില്ലാ പ്രസ് കൗൺസിൽ പ്രസിഡന്റ് മിസ്റ്റർ അച്യുതൻ, അത് സെക്രട്ടറി സണ്ണി എബ്രഹാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോ സാക്ഷികളായിട്ട് കൊള്ളാവുന്ന ചില മാന്യന്മാരുള്ള നല്ലതല്ലേ? ഇല്ലെങ്കിൽ സാറ് നാളെ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിൽ പോയി ഞാൻ പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുത്താൽ മോശമല്ലേ? എനിക്കൊരു ഫോൺ ചെയ്യാം. അതിനെന്താ ചെയ്യാലോ? വാ, വാ, വാ. ഹലോ ഹലോ. വാ. അതെ ചേട്ടാ, ഇങ്ങനൊരു റെയ്ഡ് നടക്കുമ്പോ നമ്മൾ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കണം. ഞാൻ നമുക്ക് ശരിയാക്കാന്നേ. സാർ, യെസ്, ഒരു പെട്ടി കിട്ടിയിട്ടുണ്ട്. ഒരു പെട്ടിയോ? ഇത് മുഴുവൻ കറൻസിയാണ് സാർ. കറൻസി? ആഹാ, മൈ ഗുഡ്. ഓഹോ, കൊള്ളാമല്ലോ യശോധരൻ സാറേ. ഈ പെട്ടി എന്റെ അല്ല സാർ. അതാണ് കുഴപ്പം. അനധികൃതമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഉടനെ അതങ്ങ് കണ്ണുമടച്ച് നിഷേധിക്കുക. അല്ല സാർ. മൈ ഗോഡ്, ദിസ് ഈസ് കൗണ്ടർഫെയ്റ്റ് കറൻസി. സാർ, ഇത് മുഴുവൻ കള്ളനോട്ടാണ്. എന്താണ്? സാർ, സാർ, ഇത് എന്റെ പെട്ടിയല്ല സാർ. റഷീദ്, സാർ, വീഡിയോഗ്രാഫറെ വിളിക്ക്. Yes, sir. സാർ, സാർ. ആ, ഇൻഫർമേഷൻ കിട്ടുമ്പോ ഇത്രയും വലിയ കോളായിരിക്കും നമ്മൾ വിചാരിച്ചില്ല അല്ലേ? അപ്പൊ റിസോർട്ടിന്റെ പുറകിൽ ഇതായിരുന്നു പരിപാടി അല്ലേ? യാ യാ യാ. അങ്ങോട്ട് മാറി നിൽക്കണം. സാർ, എന്നെ രക്ഷിക്കണം സാർ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. എന്ത് വേണമെങ്കിലും ചെയ്യും. എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാ വാ. അതെ, സാറ് നേരത്തെ പറഞ്ഞ ശരിയാണ്. ഇത് ചതിയാണ്. എല്ലാം ഞാൻ തന്നെ ചെയ്തത്. എവറിത്തിങ് ഈസ് ഫാബ്രിക്കേറ്റഡ്. പത്മനാഭൻ മാഷിന്റെ ഈ വീട് യശോധരൻ സാറിന്റെ പേരിലായതുപോലെ ഇതൊരു ചതി. സാറ് ദേവരാജ മുതലാളിയുടെ ബിനാമിയാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ ഇന്നിവിടുന്ന് കണ്ടെടുത്ത 50 ലക്ഷം രൂപയുടെ വ്യാജ നോട്ടുകൾക്ക് മുഴുവനും സാറ് തന്നെയാണ് ഉത്തരവാദി. അയ്യോ. സോ ഇതിൽ നിന്നും തടിയൂരണമെങ്കിൽ let us strike a deal. കിട്ടിയില്ല. ഇല്ല. ഈ വീടങ്ങ് പത്മനാഭ മാഷിന് തിരികെ എഴുതി കൊടുത്തേക്ക്. അയ്യോ സാർ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അടുത്ത മാസം മറ്റാണ് മൂത്തമോളുടെ കല്യാണം അല്ലേ? അത് മുടങ്ങണ്ടെന്ന് വെച്ച് പറഞ്ഞു, അത്രേ ഉള്ളൂ. സാർ, വെറുതെ വേണ്ട സാറേ. മാഷിന് നിങ്ങൾ 10 ലക്ഷം രൂപയിൽ എണ്ണി കൊടുത്ത് ആ ഇരിക്കുന്ന 50 ലക്ഷം മൊത്തം നിങ്ങൾ അങ്ങ് എടുത്തോ. സമ്മതമല്ല ബാബു. സാർ, ഞാൻ രാവിലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഒപ്പിട്ട് തരാം. അതാണ് ഗുഡ് ബോയ്. ഇനി വേണേ ഒരു 4 അടിച്ചോ.